ഹലോ, ഇത് നമ്മളെ മൂന്നാമത്തെ പാർട്ടാണ്. ഒന്നും രണ്ടും പാർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. സംശയങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് ചോദിക്കുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി നോക്കാം. ഓക്കെ, ഞാൻ ഈ വിൻഡോന്റെ ഒക്കെ കളർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. വിൻഡോന്റെ ഡോറിന്റെ ഒക്കെ കളർ വേറൊരു ടെക്സ്ചർ ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലൂവറിന്റെ ടെക്സ്ചർ ഞാൻ തൽക്കാലം മാറ്റുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലൂവർ സെലക്ട് ചെയ്യുക, എഡിറ്റിൽ വന്നിട്ട് നമ്മൾ ചെയ്തതുപോലെ തന്നെ തൽക്കാലം ഈ ഒരു ലൂവർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെഡിനോട് മാച്ച് ചെയ്താണ്ട് ഈ ഒരു ലൂവർ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മളിപ്പോ മോഡൽ ചെയ്ത് വെച്ചിട്ടുള്ള വാർഡ്രോബ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഫയലിൽ വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ട് അടിക്കുക. നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഫയൽ സെലക്ട് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതിന്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് പൊസിഷൻ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് വെക്കുക. വേണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ട് താഴോട്ട് എത്തിച്ച് വെക്കുക. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ തീം കാര്യങ്ങൾ, കളർ തീം കാര്യങ്ങൾ, ഈ ബെഡിന്റെ കളർ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനൊന്ന് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഡബിൾ കളർ വരുന്നത് തൽക്കാലം ഞാൻ ഒഴിവാക്കുന്നുണ്ട്. നമുക്ക് ഈ സെയിം കളർ തന്നെ കൊടുക്കുക. പിന്നെ സെൻട്രൽ പണി ആ ലൈൻ അവിടെ നിന്നോട്ടെ. ഈ ഒരു പീസിനും ഈ ഒരു കളർ തന്നെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന്റെ ഈ അലൈൻമെന്റ് ഒന്ന് സെറ്റ് ചെയ്യണം. അലൈൻമെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ആ പീസ് ഡിലീറ്റ് ആയി കളഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവശ്യം നമുക്കവിടെ വരുന്നില്ല. നമുക്ക് ഈ ഒരു പീസിനെ നേരെ അങ്ങോട്ടേക്ക് സ്കെയിൽ ചെയ്ത് വെക്കാം. അതിന്റെ കളറും നമുക്ക് ഈ വുഡിന്റെ കളർ തന്നെ കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഹെഡ് ബോർഡിന്റെ കളർ ഒന്ന് തൽക്കാലം ഞാൻ കളർ റിമൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു പുതിയ മെറ്റീരിയൽ ലോഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീറാന്റെ ഈ ടൂളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെറ്റീരിയൽ റിമൂവ് ചെയ്യാനുള്ള ഈ ഒരു ടൂളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീറാന്റെ യൂട്ടിലിറ്റി പറഞ്ഞ ഓപ്ഷനകത്തുള്ള ഈ ഒരു ടൂള്. അതിനുശേഷം ഒരു കളർ അപ്ലൈ ചെയ്യുക. ഓക്കെ, അതിന്റെ എഡിറ്റിൽ വന്നിട്ട് യൂസ് ടെക്സ്ചർ ഇമേജ് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ഈ ഒരു ഫാബ്രിക് ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ സൈസ് ഒരു 30 സെന്റിമീറ്റർ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ ടെക്സ്ചർ കാര്യങ്ങൾ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എല്ലാതും കൂടി സെലക്ട് ആവും. അതിനുശേഷം ഈ ടൂള് യൂസ് ചെയ്യുന്നത് സ്കെച്ച് യു വി മാപ്പിംഗ് എന്ന് പറഞ്ഞ ടൂള് പ്ലഗിന് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാനർ മാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. പ്ലാനർ വ്യൂ, മാപ്പ് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവും അലൈൻമെന്റ് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒന്നുകൂടിയും ആ സെയിം പ്രോസസ്സ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ എടുക്കുക, ഒന്നുകൂടി അപ്ലൈ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇത് ക്ലിക്ക് ചെയ്തിട്ട് പ്ലാനർ മാപ്പ് കൊടുക്കുക. അത് കറക്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ സൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 30 ഉള്ളത് ഒരു 15 ആക്കാം. ഇവിടെ വന്നിട്ട് 15 കൊടുക്കുക. ഓക്കെ, ഈ ഈ ഒരു സൈസിൽ മതി. ഇനിയിപ്പോ നമുക്ക് വരുന്നത് നമുക്ക് ഈ ബെഡിന്റെ ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ടെക്സ്ചർ ഒന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്ചർ കൊടുക്കുന്നുണ്ട്. നമുക്ക് തീം സെറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമതും മാറ്റി കൊടുക്കാം. ഓക്കെ, തൽക്കാലം ഞാൻ ആ ഒരു ടെക്സ്ചർ കൊടുക്കുന്നുണ്ട്. അതിന്റെ കളർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വൈറ്റ് ആക്കുന്നുണ്ട്. ഈ ഒരു ലെവലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ടെക്സ്ചർ കാര്യങ്ങൾ കൊടുക്കുക. കൺട്രോൾ ഷിഫ്റ്റ് അടിച്ചിട്ട് എല്ലാതും കൂടി സെലക്ട് ചെയ്തിട്ട് അലൈൻമെന്റ് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ വന്നിട്ട് ഇതും സെയിം പരിപാടി ചെയ്ത് ഒന്ന് അലൈൻമെന്റ് സെറ്റ് ആക്കുക. പിന്നെ വരുന്ന ഈ ബ്ലാങ്കറ്റ് സെലക്ട് ചെയ്യുക. അതിന്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ ഒരു ഫാബ്രിക് ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മളെ
പോളിഹവൻ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ കളർ മാപ്പ് സെലക്ട് ചെയ്യുക. അതിൻ്റെ സൈസ് കുറച്ച് വലുതാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 80 കൊടുക്കുക. ഈ പില്ലോക്ക് സെപ്പറേറ്റ് ഒരു കളർ കൊടുക്കുക. ഈ ഒരു ബ്ലാങ്കറ്റിന്റെ കളർ തന്നെ കോപ്പി ചെയ്തിട്ട് ഇതിലോട്ട് അപ്ലൈ ചെയ്യുക. കൺട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എല്ലാതും കൂടി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. എല്ലാതും കൂടി സെലക്ട് ആവും. അതിനുശേഷം അത് അപ്ലൈ ചെയ്യുക. ടെക്സ്ചർ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ പ്ലാനർ ക്ലിക്ക് ചെയ്യാം. അതിന്റെ സൈസും ഒരു 30 കൊടുക്കുക. ഇതും അതുപോലെ തന്നെ. ഓക്കെ, അത് കമ്പോണന്റ് ആണ്, ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. നമുക്ക് ഈ പില്ലോ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് 2 പില്ലോ സെലക്ട് ചെയ്തിട്ട് ബാക്കിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈറ്റ് കൂട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്കെയിൽ ടൂൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ഹൈറ്റ് കൂട്ടുക. ഇനിയിപ്പോൾ അതിൻ്റെ ടെക്സ്ചർ നമുക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വരിക. ഓക്കെ, തൽക്കാലം ഈ ഒരു ടെക്സ്ചർ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അലൈൻമെന്റ് മീൻസ് ടെക്സ്ചർ ഒന്ന് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതൊന്ന് സെറ്റാക്കുക. ഇതിൻ്റെ ഹൈറ്റ് ഇവിടെ ഞാൻ ജസ്റ്റ് ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് 2 20 മാനുവലായിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഈ ബ്ലാങ്കറ്റ് സെലക്ട് ചെയ്യുക, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ആഡ് കഴിഞ്ഞാൽ എല്ലാതും കൂടി സെലക്ട് ആവും. അതിനുശേഷം വീണ്ടും ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഐസൊലേറ്റ് ഓഫ് ചെയ്യുക. നമുക്ക് ഈ വുഡിന്റെ ഈ ഒരു വുഡ് ചേഞ്ച് ചെയ്ത് നമുക്ക് ഈ ഒരു വുഡ് സെറ്റ് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് അസറ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. വീറന്റെ നമ്മൾ ആക്ച്വലി ഇത് എൻസ്കേപ്പിലാണ് റണ്ടർ ചെയ്യുന്നത്. ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുക, സെലക്ട് ഒബ്ജക്റ്റിന്റെ സീൻ കൊടുക്കുക. അതിനുശേഷം ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ടു സെലക്ഷൻ കൊടുക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു ലാമിനേഷനും നമുക്ക് ഈ സെയിം കളർ കൊടുക്കണം. അപ്പം അതിന് വേണ്ടി ഇത് സെലക്ട് ചെയ്യുക, സെലക്ട് ഒബ്ജക്റ്റിന്റെ സീൻ കൊടുത്തിട്ട് ഈ ഒരു വുഡ് സെലക്ട് ചെയ്യുക, അപ്ലൈ ടു സെലക്ഷൻ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അലൈൻമെന്റ് എവിടെയെങ്കിലും കൊളായി കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി അതിനൊന്ന് ഐസൊലേറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അലൈൻമെന്റ് കാര്യങ്ങൾ എല്ലായിടത്തും ഒന്ന് കറക്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഐസൊലേറ്റ് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു കാർപ്പറ്റിന് മെറ്റീരിയൽ ലോഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. അതിലേക്ക് നമുക്കൊരു കാർപ്പറ്റിൻ്റെ ടെക്സ്ചർ കാര്യങ്ങൾ ലോഡ് ചെയ്യാം. അതിൻ്റെ സൈസ് ഒരു 30 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് പിന്നെ ഇവിടെ ഒരു ഫുൾ ലെങ്ത് കർട്ടൻ കൊടുക്കാം നമുക്ക്. അപ്പോൾ കർട്ടൻ നമുക്ക് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 3D വെയർഹൗസ് അതല്ലെങ്കിൽ ഫയൽസ് മറ്റേ 3D വെയർഹൗസ് അതല്ലെങ്കിൽ CG ടിപ്സ് പോലത്തെ സൈറ്റുകളിൽ നമുക്ക് കർട്ടൻ കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു കർട്ടൻ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കർട്ടൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കോപ്പീസ് എടുത്ത് ഒന്ന് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ കർട്ടൻ കൊടുക്കുക. ഇതിന് 3നും കൂടി സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങൾ കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുക. ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഐസൊലേറ്റ് ചെയ്യുക. ഒന്ന് ഐസൊലേറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിന് മെറ്റീരിയൽ കൊടുക്കുക, ഇതിനും മെറ്റീരിയൽ കൊടുക്കുക. ഈ ഒരു പീസിന് നമുക്ക് സെപ്പറേറ്റ് ഒരു മെറ്റീരിയൽ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് ആക്ച്വലി ഒരു വൈറ്റ് ഫാബ്രിക് കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ ഗൂഗിൾ എടുത്തിട്ട് വൈറ്റ് ഫാബ്രിക് ടെക്സ്ചറിന് അടിക്കുമ്പോൾ തന്നെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുത്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു ടെക്സ്ചർ സേവ് ചെയ്യാം. ഞാൻ എൻ്റെ തൽക്കാലം ഡൗൺലോഡ്സ്ക്ക് ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ഈ എഡിറ്റിൽ വരിക, യൂസ് ടെക്സ്ചർ ഇമേജ് കൊടുക്കുക.
ഡൗൺലോഡ്സിൽ വന്നിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ള എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇതിനെ കോപ്പി ഇമേജ് അടിക്കുക. പെയിന്റ് ആപ്പ് തുറന്നിട്ട് പെയിന്റ് ആപ്പിൽ വന്ന് പേസ്റ്റ് അടിക്കുക. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ക്രോപ്പ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. ക്രോപ്പ് കൊടുക്കുക. കൺട്രോൾ എസ് അടിച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഫയൽസിൽ വന്നു കഴിഞ്ഞാൽ സേവ് ആസ് ഉണ്ടാവും. ഇമേജ് കൊടുക്കുക. ഡൗൺലോഡ്സിൽ എന്തെങ്കിലും ഒരു പേരിട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം അതിനെ ലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഓക്കെ. ഇത് ആക്ച്വലി ഇത് മൂന്നും ഒരേ കമ്പോണന്റ് ആണ്. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് മേക്ക് എ യൂണീക്ക് അടിക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതും ഒരു കമ്പോണന്റ് ആണ്. അതായത് ഇത് മൂന്നും സെയിം കോപ്പിയാണ്. അപ്പോൾ ഇതിന് മേക്ക് എ യൂണീക്ക് അടിക്കുക. അതിനുശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ എ അടിച്ചു കഴിഞ്ഞാൽ എല്ലാതും കൂടി സെലക്ട് ആവും. അതിനുശേഷം ഇവിടെ വന്നിട്ട് ട്രൈ പ്ലാനർ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ടെക്സ്ചർ അലൈൻമെന്റ് ട്രൈ പ്ലാനർ കൊടുത്തിട്ട് അതിനെ ടെക്സ്ചർ സെറ്റാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഈ കർട്ടൻ്റെ താഴെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്യാപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈന് വരച്ചെടുക്കുക. അപ്പോൾ അതവിടെ സ്റ്റിച്ച് ആവും. ഇതിനും അതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മെറ്റീരിയൽ ഇവിടെ അപ്ലൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ റെഡിലോട്ട് ടെക്സ്ചർ ലോഡ് ചെയ്യണം. നമുക്ക് ആക്ച്വലി ഈ ഒരു ഗ്രീനിനോട് മാച്ച് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ നമുക്ക് എടുക്കാം. അതുപോലെ ഈ ഒരു ലാമിനേഷൻ നമുക്കൊരു ഗ്രീൻ ബേസ് ആയിട്ടുള്ള അതല്ലെങ്കിൽ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ടെക്സ്ചർ നമുക്ക് ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, തൽക്കാലം നമുക്ക് ഈ ഗ്രീൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്ചർ ഒന്ന് റീപ്ലേസ് ചെയ്യുക. നമുക്ക് നമ്മളെ ബെഡ്റൂമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളർ എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്ചർ ഒന്ന് ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ബെഡിൻ്റെ ഈ ഒരു ഗ്രീൻ ടെക്സ്ചറും നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഈ ഗ്രീൻ ടെക്സ്ചർ സെലക്ട് ചെയ്യുക. സെലക്ട് ഒബ്ജക്റ്റിൻ്റെ സീൻ കൊടുത്തിട്ട് നമ്മളിപ്പോൾ കർട്ടൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ഒരു ടെക്സ്ചർ തന്നെ അതിനും കൊടുക്കുക. ഓക്കെ, അതിനുശേഷം എന്നിട്ട് നമുക്ക് 2 റോമൻ കർട്ടൻ ആഡ് ചെയ്യണം. അപ്പോൾ അത് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. പിന്നെ ഇവിടെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഇവിടെ പ്ലേസ് ചെയ്യുക. സ്കെയില് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മെറ്റീരിയൽ നമുക്ക് ഈ ഒരു മെറ്റീരിയലിനെ കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ഒബ്ജക്റ്റിൻ്റെ സീൻ കൊടുക്കുക. ശേഷം ഈ ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യുക. അതിൻ്റെ കോപ്പി എടുത്ത് അപ്പുറത്തോട്ട് വെക്കുക. നമുക്ക് ഈ അഡ്വാളിൽ നമുക്കൊരു മിറർ കാണിക്കുക. അതിന് വേണ്ടിയിട്ട് 60 സെൻറ്റിമീറ്ററിൻ്റെ ഒരു റൗണ്ട് വരയ്ക്കുക. 30 സെൻറ്റിമീറ്ററിൻ്റെ റൗണ്ട് വരയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു ലൈന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇവിടെ എൻട്രി ഇൻഫോയിൽ വന്നു കഴിഞ്ഞാൽ സെഗ്മെൻറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ ഒന്ന് 200 സെഗ്മെൻറ്റ് കൊടുക്കുക. അതിനെ ജസ്റ്റ് ഒരു 2 സെൻറ്റിമീറ്റർ പുഷ് ചെയ്യുക. അതിനെ ഓഫ്സെറ്റ് എടുത്തിട്ട് ഒരു 0.5 ഓഫ്സെറ്റ് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിനെ ഗ്രൂപ്പ് ചെയ്യുക. നമുക്കൊരു മിറർ സെറ്റ് ചെയ്യാനാണ് ഡിസൈനിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, അതിന് നമുക്ക് ഈ ഒരു മൂലയിലോട്ട് ഈ ഒരു രീതിയിൽ അവിടെ വെക്കുക. ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറക്കി വെക്കുക വേണമെങ്കിൽ. ഓക്കെ, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഈ മിററിൻ്റെ മെറ്റീരിയൽ കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് അതിന് അപ്ലൈ ചെയ്യുക. അതിൻ്റെ ഈ ഒരു ഫ്രെയിമിന് നമുക്ക് ഈ ഒരു വുഡിൻ്റെ മെറ്റീരിയലിനെ കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വുഡ് സെലക്ട് ചെയ്യുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട്
ഈ മിറർ വരുന്ന ഭാഗം അൺസെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺസെലക്ട് ആവും. അതിനുശേഷം ബോർഡറിന് നമുക്ക് ഈ ഒരു വുഡിന്റെ കളർ കൊടുക്കാം. നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് റെക്റ്റാങ്കിൾ എടുക്കുക, ഒരു 60,80 അടിച്ച് അതിന്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കുക. ജസ്റ്റ് 2 സെന്റിമീറ്റർ തിക്നെസ് കൊടുക്കുക, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക, ഈ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുക, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് അലൈൻമെന്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. എൻ്റെ ഈ ഫ്രണ്ടിൽ നമുക്കൊരു ടെക്സ്ചർ അപ്ലൈ ചെയ്തിട്ട് ഒരു വാൾപേപ്പർ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലോട്ട് ലോഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് ഈ ട്രൈ പ്ലാനർ പ്രൊജക്ഷൻ ഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് അവിടെ ഫിറ്റ് ആയി നിൽക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് ടേബിൾ കുറച്ചും കൂടി ലെങ്ത് കൂട്ടാം, കാരണം അവിടെ സ്പേസ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ഐസൊലേറ്റ് ചെയ്യുക. അതിനുശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുക, സോറി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്യുക. ആദ്യം ഇതിൻ്റെ മെഷർമെന്റ് ഒന്ന് എടുക്കുക, 50 ഉള്ള ഒരു 60 ആക്കുക. അതിനുശേഷം സ്കെയിൽ ടൂൾ എടുത്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് സ്കെയിൽ ചെയ്ത് വെക്കുക. നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ അതിന്റെ മെഷർമെന്റ് മാറും. അപ്പൊ അത് മാറാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. അതായത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഈ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം മൂട്ടർ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് ഈ ഒരു ലൈന് കണക്കാക്കി വെക്കുക. അല്ലെങ്കിൽ ഒരു 10 കീബോർഡ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ വന്ന് നിൽക്കും. അതിനുശേഷം ഇത് രണ്ടും എടുക്കുക, ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുക, അതും ഇങ്ങോട്ടേക്ക് ഒരു 10 സെന്റിമീറ്റർ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. അതുപോലെ തന്നെ ഇതിന്റെ കാലും, ഐ മീൻ ഈ ഒരു ബോട്ടം സൈഡും ഒരു 10 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ. അപ്പൊ അത് 60 സെന്റിമീറ്ററിന്റെ സൈഡ് ടേബിൾ ആക്കിയിട്ടുണ്ട്. എത്ര മതി. ഓക്കെ. അതിന്റെ അതൊന്നും ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് വെക്കണം. ഏകദേശം ഈ ഒരു ലെവലിൽ കീപ്പ് ചെയ്യുക. ഓക്കെ. അപ്പൊ എത്രയാണ് ഇപ്പൊ നമുക്ക് ഇതിനകത്തോട്ടൊരു AC യൂണിറ്റും പിന്നെ അതുപോലെ തന്നെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കണം. നമുക്ക് നമുക്ക് ഈ ഒരു വാളിൽ AC വെക്കാം. അപ്പൊ ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഇവിടെ നമുക്ക് ഡിലീറ്റ് ആക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് AC കൊടുക്കുക. അതിനുവേണ്ടി AC ഇമ്പോർട്ട് ചെയ്യുക. നമുക്ക് AC ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ഒന്ന് ഒന്ന് അതൊന്ന് അലൈൻ ചെയ്ത് വെക്കുക. അതിനുശേഷം താഴോട്ട് ഒരു 10 സെന്റിമീറ്റർ ഇറക്കി വെച്ചിട്ട്, അതായത് സീലിംഗിന്റെ താഴോട്ട് 10 സെന്റിമീറ്റർ ഇറക്കി വെച്ചിട്ട് ഒരു ഈ ഒരു ലെവലിൽ നമുക്ക് കീപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊന്ന് ഇമ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് 3D വെയർഹൗസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിനകത്തുനിന്ന് ആദ്യം ഈ ഒരു സ്വിച്ച് ബോർഡ് വേണം. നമുക്ക് ഈ ഒരു സ്വിച്ച് ഒന്ന് കോപ്പി ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ബോർഡ് വെക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോർഡാണ് നമ്മൾ വെക്കുന്നത്. മറ്റേത് ഇവിടെ ഒരുപാട് വലിയ നീളത്തിലുള്ള ബോർഡ് വെക്കാനുള്ള സ്പേസ് നമുക്കില്ല, രണ്ട് വാളിന്റെ ഇടയിലായതുകൊണ്ട്. ഇപ്പൊ തൽക്കാലം ഈ ഒരു ബോർഡ് വെക്കുന്നുണ്ട്. അതല്ലേ പിന്നെ ചെറിയ ബോർഡ് വെക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ മെയിൻ ലൈറ്റിന്റെ ബോർഡ് മാത്രം ഇവിടെ വെക്കുക. അതല്ലെങ്കിൽ ഈ മെയിൻ ലൈറ്റിന്റെയും ബാത്റൂമത്തെ പിന്നെ എന്താ പറയാ ലൈറ്റിന്റെയും സ്വിച്ച് മാത്രം ഇവിടെ വെക്കുക. ബാക്കി സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ വീടിന്റെ റൂമിന്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പൊ തൽക്കാലം അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എക്സ്പെൻസീവ് ആവും. ഐ മീൻ വയറിങ്ങിന്റെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരും, പ്ലഗിന്റെ കാര്യങ്ങളൊക്കെ ടോട്ടലി എക്സ്പെൻസീവ് വരും. അപ്പൊ ഞാനിപ്പോ തൽക്കാലം ഇങ്ങനെ വെക്കുന്നുണ്ട്. ഓക്കെ. ഇവിടെ ഒരു മെയിൻ ബോർഡ് വെക്കുന്നുണ്ട്. അത് 130 ഹൈറ്റിലാണ് വെക്കുന്നത്. 130, 140 നമുക്ക് വെക്കാൻ പറ്റും.
ഈ രണ്ട് സൈസിലും ഞാൻ കൊടുക്കലുണ്ട്. അപ്പൊ തൽക്കാലം അതവിടെ വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബെഡ് സ്വിച്ച് കൊടുക്കാം. അതിന് ഈ രണ്ട് സൈഡിലും നമുക്ക് ബെഡ് സ്വിച്ച് എടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്വിച്ച് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടെ ബോർഡ് കാണിക്കാം. വേണമെങ്കിൽ ആ ലൂവർ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് കറക്റ്റ് കാണിക്കാം. അപ്പൊ തൽക്കാലം ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. അതിന്റെ കോപ്പി ഇപ്പുറത്തോട്ടും കാണിക്കുക. അതിന്റെ കോപ്പി ഇപ്പുറത്തും വെക്കുക. ഇനിയിപ്പോ നമുക്ക് ഈ പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്ലഗ് കാണിക്കണം. ഇവിടെ ഒരു പ്ലഗും കൂടി വേണ്ടി വരും. ഇപ്പൊ നമ്മള് ഹെയർ ഡ്രയർ ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്ലഗും കൂടി വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു ഓക്കെ, ഇവിടെ ഒരു പ്ലഗും ഒരു സ്വിച്ചും കാണിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മളെ മോഡലിംഗിൽ വരുന്നത്. ഇനി നമുക്ക് സീലിംഗ് ഒന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ടെക്സ്ചർ ഒന്ന് മാറ്റണം. ഈ ഒരു സ്റ്റൂളിന്റെ ടെക്സ്ചർ നമുക്ക് ഈ ഒരു ടെക്സ്ചർ തന്നെ കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണ്ടും അസറ്റ് എഡിറ്റർ എടുക്കുക. ഇത് സെലക്ട് ചെയ്യുക. ഇത് അപ്ലൈ ടു സെലക്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ വാർഡ്രോബും കൊടുത്തിട്ടുള്ള ഈ ബ്ലാക്ക് മെറ്റീരിയലും ഞാൻ ഇതായിട്ട് ഓക്കെ, ആ മെറ്റീരിയലും സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു സെയിം മെറ്റീരിയലിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എഡിറ്റ് ചെയ്താൽ മതിയാവും. ഈ ബ്ലാക്ക് ഒക്കെ ഒരുപാട് സെപ്പറേറ്റ് മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ ഹെവി ലോഡ് ആവാനും ഒക്കെ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രില്ലിന് കൊടുത്തിട്ടുള്ള ഈ ഒരു മെറ്റീരിയലും ഞാൻ ഇതിലോട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഞാൻ പൊതുവെ എങ്ങനെയാണ് ചെയ്യല്, കാരണം ബ്ലാക്ക് ഒക്കെ നമ്മൾ എല്ലായിടത്തും സെയിം ആയിരിക്കും വരിക. അപ്പൊ പിന്നെ ഈ ഒരു രീതിയിലാണ് ഞാൻ കൊടുക്കല്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മോഡലിങ്ങിലോട്ട് വരുമ്പോൾ നമ്മൾ ഇത്ര ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ സീലിംഗ് വരച്ചിട്ട് നമുക്ക് ഈ റൂം റെൻഡർ ചെയ്യാം. അതിനുശേഷം നമുക്ക് പിന്നെ ലിവിങ്ങോ ഡൈനിങ്ങോ കിച്ചണൊക്കെ ആയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളെന്തായാലും ഈ ഒരു വീട് ഫുള്ളായിട്ട് ഇന്റീരിയർ ചെയ്ത് വാക്ക് ത്രൂ വീഡിയോ അടക്കം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് വഴി ചോദിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സീലിംഗ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. ശേഷം അതിന് ത്രിബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഐസൊലേറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഈ ലോഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഫയലിൽ അതിനെ എഡിറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ കാണിച്ചു തരാം. ഇതിനെ കൺട്രോൾ എക്സ് അടിച്ച് കോപ്പി ചെയ്യും, ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യും. ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് വി, അതായത് എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ പേസ്റ്റ് ഇൻ പ്ലേസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ പൊസിഷൻ മാറാതെ തന്നെ നമുക്ക് കിട്ടും. ഞാൻ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യല്. നല്ല ഹെവി ലോഡ് താങ്ങുന്ന കമ്പ്യൂട്ടറൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരില്ല. അതിനുശേഷം ഇതിനൊരു 30 സെന്റിമീറ്റർ താഴോട്ട് പുഷ് ചെയ്യുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ട് ആ കർട്ടന്റെ ഭാഗം ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഓക്കെ, നമ്മളെ കർട്ടൻ വരുന്നത് ഇവിടെയാണ്. ഈ ഒരു ലൈന് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 15 സെന്റിമീറ്റർ വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനെ കട്ടടിക്കുക. ഇവിടുന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ലൈൻ ഒരു 20 സെന്റിമീറ്റർ മുകളിലോട്ട് മാറ്റുക. ഇനിയിപ്പോൾ നമുക്ക് സീലിംഗ് വരക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ ഈ ഒരു ലൈന് ആ വാർഡ്രോബിന്റെ മെഷർമെന്റ് കണക്കാക്കിയിട്ട് ഒരു 40 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് ലൈന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ലൈൻ, അതായത് ഈ വാർഡ്രോബിന്റെ മുകളിൽ വരുന്ന ഇത്രയും ഏരിയയിൽ ലൈറ്റ് ഉൾപ്പെടുത്താതെ ബാക്കിയുള്ള ഏരിയകളിലാണ് ഞാൻ പിന്നെ ലൈറ്റ് കാര്യങ്ങൾ അലൈൻമെന്റ് കാര്യങ്ങൾ സെറ്റാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പുറത്തോട്ട് വരിക. അതിന് ശേഷം നമുക്ക് ഇത്രയും ഏരിയയിൽ കർട്ടന്റെ ഈ ഒരു ഗ്യാപ്പും വേണ്ട. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് അവിടെ ലൈൻ വരച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. ഇനി ഇതിന്റെ സെന്റർ സെലക്ട് ചെയ്തിട്ട് ഒരു 40 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. 40 മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ലൈറ്റ് ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി IS ലൈറ്റ് ഒക്കെ മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഒരു റൗണ്ട് വരച്ചിട്ട് വരക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആ എക്സ്റ്റീരിയർ ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വരയ്ക്കാന്ന്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ
ഇതിനകത്ത് ഇനിയിപ്പോൾ സ്പെഷ്യലായിട്ട് കാണിക്കുന്നില്ല. നമ്മളെ വീഡിയോസ് കിച്ചണിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ എക്സ്റ്റീരിയറൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് കാണുക. ഓക്കെ, ശേഷം ഇതിവിടെ കൊടുന്ന് വെച്ചിട്ട് അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. ബൈ 2 അടിക്കുക. ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് വെച്ച് ബൈ 2 അടിക്കുക. സെൻറ്ററിൽ വരുന്ന ഈ ഒരു പീസിനെ ഡിലീറ്റ് ആക്കുക. അതിനുശേഷം ഈ സെൻറ്റർ ഭാഗം സെലക്ട് ചെയ്തിട്ട് ഒരു 20 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് അടിക്കുക. അതിനുശേഷം ഈ സെൻറ്ററിൽ സെലക്ട് ചെയ്തിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ വീണ്ടും ഓഫ്സെറ്റ് അടിക്കുക. അവിടെ നമുക്കൊരു ബ്ലാക്ക് കളർ കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ട് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്തിട്ട് അവിടെ അപ്ലൈ ചെയ്യുക. അതിന് ബാക്കിലോട്ട് ഒരു കളർ അപ്ലൈ ചെയ്തിട്ട് ബാക്കിലോട്ട് ഒരു 4.5 പുഷ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ട്രാക്ക് ലൈറ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലൈറ്റിനെ ഇമ്പോർട്ട് ചെയ്യുക. ഏകദേശം ഇവിടെ കൊണ്ടുവന്നിട്ട് ബൈ 2 അടിക്കുക. ഇതിനെ കോപ്പി എടുക്കുക. അപ്പോൾ അതിൻ്റെ കോപ്പി വെക്കുക. ഇത് സെലക്ട് ചെയ്യുക. റൊട്ടേറ്റ് കൊടുത്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി കിട്ടും. ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ഒരു 3 കോപ്പി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കോപ്പി ഇങ്ങോട്ടേക്കും വെക്കുക. ഇതിനുശേഷം ഈ കളറിനെ ഒന്ന് ബ്ലാക്കിലോട്ട് മാറ്റണം. അതിനുവേണ്ടി അതിനൊന്ന് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ലൈനുകളൊന്ന് ഡിലീറ്റ് ആക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ടൊരു ഫാൻ വേണം. ഫാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടിൽ വരിക. ഫാന് കാര്യങ്ങൾ അതിന് കറക്റ്റ്. ഓക്കെ, ഇതിന്റെ കാല് കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുറക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് കയറ്റി വെക്കുക. ഈ ഒരു കപ്പിനെ അതിനുശേഷം സെൻറ്റർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. ഐ മീൻ കറക്റ്റ് ബെഡ്റൂമിൻ്റെ സെൻറ്ററിലാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബെഡിൻ്റെ പൊസിഷനൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. തൽക്കാലം ഞാൻ ഈ ഒരു രീതിയിൽ സെൻറ്ററാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാതും കൂടി സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ആക്കുക. എന്നിട്ട് ഇതിനെ കൺട്രോൾ അടിച്ച് കട്ട് ചെയ്യുക. നമ്മളെ പ്രോജക്റ്റിൽ വന്നിട്ട് പേസ്റ്റ് ഇൻ പ്ലേസ് അടിക്കുക. അപ്പോൾ ഹാങ് ആവാതെ ഈ ഒരു രീതിയിലാണ് ഞാൻ വർക്ക് ചെയ്യല്. മോഡലിംഗ് ഒക്കെ സെപ്പറേറ്റ് ഫയലിൽ വന്നിട്ട് പിന്നെ ഇതിനകത്തോട്ട് വന്ന് പേസ്റ്റ് ചെയ്യലാണ്. അപ്പോൾ പിന്നെ എൻ്റെ സിസ്റ്റത്തിൽ ഹെവി ഫയലുകൾ താങ്ങാത്തൊരു ഇഷ്യൂ വരുമ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് മാനേജ് ചെയ്യല്. ഓക്കെ, അപ്പോൾ നമ്മളെ സീലിംഗ് ഇവിടെ ഇമ്പോർട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ജസ്റ്റ് ഈ ഒരു പെയിന്റ് സീലിങ്ങിനും അപ്ലൈ ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മൾ വാർഡ്രോബിന്റെ സൈസ് ഒന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സീനോട്ട് വരിക. ഇതിനൊന്ന് ഐഡി ചെയ്യുക സ്കേർട്ടിങ്ങിനെ. ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഓക്കെ, ഈ 2.65 ഉള്ളത് നമുക്ക് 2.70 വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനെ കട്ട് ചെയ്യുന്നുണ്ട്. ശേഷം ഇവിടെ വന്നിട്ട് പേസ്റ്റ് ഇൻ പ്ലേസ് അടിക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലത്തെ പീസിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് ഈ മുകളിലത്തെ പീസ് മാത്രം സെലക്ട് ചെയ്യുക. ഒരു 5 സെൻറ്റിമീറ്റർ ഹൈറ്റിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്യുക. ഈ ഡോർ സെലക്ട് ചെയ്യുക. ഇതും ഒരു 5 സെൻറ്റിമീറ്റർ മുകളിലോട്ട് കൊടുക്കുക. നേരെ കട്ടടിക്കുക. കൺട്രോൾ എസ് അടിച്ച് കഴിഞ്ഞാൽ കട്ടാവും. ഇവിടെ വന്നിട്ട് പേസ്റ്റ് ഇൻ പ്ലേസ് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഹൈഡ് ചെയ്തിട്ടുള്ളതൊക്കെ ഒന്ന് അൺഹൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മോഡൽ വരുന്നത്.
ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് ചോദിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കുക. അപ്പൊ അടുത്ത പാർട്ടായിട്ട് ഉടനെ വരുന്നതായിരിക്കും.